ആദ്യ കുർബാന സ്വീകരണത്തിന്റെ പരിശീലന സമയങ്ങളിൽ അവരോട് കൂടെ ആയിരുന്ന ചില സന്ദർഭങ്ങളുണ്ടായിരുന്നു. വളരെ രസകരമായിരുന്നു. അവരുടെ നിഷ്കളങ്കമായ ചോദ്യങ്ങളും അവരുടെ അനുഭവങ്ങളും ഒക്കെ അവർ പങ്കുവച്ചു. അവരെ ഒരുക്കിയ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെയും മാതാപിതാക്കളെയും, പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് പള്ളിയിൽ കൂടുതൽ വന്ന് അവർക്ക് പരിശീലിക്കാൻ സാധിച്ചില്ലെങ്കിലും കൂടുതലും അക്കാര്യത്തിൽ നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധ പുലർത്തി മുൻപ് എന്നത്തേക്കാൾ കൂടുതൽ ഈ വിശുദ്ധ കുർബാന സ്വീകരണം ഭംഗിയാക്കിയതിൽ ഉള്ള എല്ലാവരോടുമുള്ള സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുന്നു. ശ്രദ്ധയോടെ ശ്രദ്ധിക്കും. ദേശീയപ്രവാചകന്റെ പുസ്തകമാണ് 55-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ദാവീദേ, ജലാശയത്തിലേക്ക് കയറി നിർദ്ധനൻ നിന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ. വീനും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. ആഹാരത്തിന് വേണ്ടിയല്ലാതെ എന്തിന് പണം കൊടുക്കുന്നു? സംതൃപ്തിക്ക് വേണ്ടിയല്ലാതെ എന്തിന് അധ്വാനിക്കുന്നു? എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുക. നന്നായി ഭക്ഷിക്കുകയും വിശുദ്ധഭോജനം ആസ്വദിക്കുകയും ചെയ്യുക. എന്റെ അടുക്കൽ വന്ന് എന്റെ വാക്ക് കേൾക്കുകയും നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാവീദിനോടെന്നപോലെ നിങ്ങളോടും ഞാൻ സ്ഥിരമായി സ്നേഹം കാട്ടും. ഇതാ ഞാൻ അന്ന് ജനതയുടെ സാക്ഷിയും നേതാവും അധികാരമാക്കിയിരിക്കുന്നു. സഹോദരരെ, പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ പരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇതിന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റു ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. ഈ സഹോദരരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നരുളി ചെയ്ത മിശിഹായെ, നിന്റെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുന്ന ഞങ്ങൾ വിശക്കുന്നവരിലും ദാഹിക്കുന്നവരിലും
നിന്റെ മുഖം ദർശിക്കുവാനുമുള്ള പ്രകാശം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവന്റെ കുമാരനായി അങ്ങനെയുള്ള വിശ്വാസത്തിൽ ഞങ്ങളെ വളർത്തുന്ന മാതാപിതാക്കളെയും ഞങ്ങളെ ആത്മീയമായി നയിച്ചുകൊണ്ടിരിക്കുന്ന വൈദികരെയും സന്യസ്തരെയും അങ്ങേ സ്വീകരിക്കുവാൻ ഞങ്ങളെ ഒരുക്കിയ എല്ലാവരെയും ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ വിജയത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ യേശുവേ, കൊറോണ എന്ന രോഗത്താൽ ക്ലേശിക്കുന്ന എല്ലാവർക്കും അങ്ങയുടെ കരസ്പർശനത്താൽ സൗഖ്യം നൽകണമേ എന്നും എല്ലാ രാജ്യങ്ങളെയും എല്ലാ പ്രദേശങ്ങളെയും എല്ലാ വ്യക്തികളെയും കൊറോണ എന്ന മഹാമാരിയിൽ നിന്നും സംരക്ഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്കുള്ള ദൈവജനതയെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പാപ്പയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനും പിതാവുമായ ജോർജ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജോസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്റെ ഏകജാതനെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ അവർക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സ്നേഹത്തിൽ എന്ന് നിലനിർത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഈശോദൻ നാമം കാത് എന്നീശോദൻ നാദം കണ്ണിൽ ഈശോദൻ രൂപം നെഞ്ച് ഈശോദൻ സ്നേഹം മനസ്സു നിറയെ നന്ദി മാത്രം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 56-ാം തിരുവചനം. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവരിലും വസിക്കുന്നു. സ്നേഹ ബഹുമാനപ്പെട്ട വിനോദച്ച, സ്നേഹം നിറഞ്ഞ റൂബിനച്ച, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, എന്റെ കൂട്ടുകാരി, ഇന്ന് മാലാഖമാർ അസൂയപ്പെടുന്ന ദിവസമാണ്. അവർക്ക് ലഭ്യമല്ലാത്ത ദിവ്യകാരുണ്യം ഇന്ന് ഞങ്ങൾ 8 കുഞ്ഞുങ്ങൾക്കും ഈശോ സൗജന്യമായി നൽകി. ഈശോയെ ആദ്യമായി ഉള്ളിൽ സ്വീകരിക്കുന്ന ഈ നിമിഷത്തിന്റെ അനുഭൂതി ഒന്നും പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ഓരോ പ്രഭാതത്തിലും ഞാൻ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാനയാണ് എന്റെ ശക്തിയും പ്രചോദനവും. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, നമ്മുടെ ഓരോരുത്തരുടെ അഭിമാനവും പ്രചോദനവുമായ ലോകം ആദരിക്കുന്ന മദർ തെരേസ തന്നെ. 1915 8 വയസ്സ് മാത്രം പ്രായമുള്ള മദർ തെരേസയുടെ ആദ്യ കുർബാന സ്വീകരണ സമയത്ത് പ്രയാഗോ എന്ന വൈദ്യൻ ഇപ്രകാരം പറയുകയുണ്ടായി. ആദ്യ കുർബാന നൽകുന്ന വേളയിൽ ഈ കുട്ടിയുടെ മുഖത്ത് അസാധാരണമായ പ്രകാശം ഞാൻ കാണുകയുണ്ടായി. അതേ കൂട്ടുകാരെ, 8 വയസ്സ് മുതൽ മദർ തെരേസയ്ക്ക് ലഭിച്ച ഈ ദൈവിക ചൈതന്യം ഇന്നും എന്നും നിലനിൽക്കുന്നു. കൊറോണ എന്ന മഹാമാരി ഈ കണിയാമ്പറ്റ പ്രദേശത്തെ ആടിയുലച്ചപ്പോൾ ഞങ്ങളുടെ ഈശോ ഉള്ളം കൈ പരിപാലിച്ചു. അതെ, കഴിഞ്ഞുപോയ ഒരു മാസക്കാലം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാത്തിരിപ്പിന്റെ ദിനങ്ങളായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞുപോയ മാസങ്ങൾ നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം തിരുപ്പട്ട സ്വീകരണത്തിന്റെയും ക്രിസ്മസിന്റെയും പല തരത്തിലുള്ള തിരക്കുകളുടെ കാലഘട്ടമായിരുന്നു. എങ്കിലും ഈ ആദ്യ കുർബാന പരിശീലന ദിനങ്ങളിലെല്ലാം ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളും രസകരമായ കഥകളും പുതുമയുള്ള അറിവുകളും കൊണ്ട് ഞങ്ങളെ ഒരുക്കിയ സ്നേഹ ബഹുമാനപ്പെട്ട വിനോദച്ചൻ ഇടവകയുടെ വ്യത്യസ്തമായ ആഘോഷങ്ങൾക്കിടയിലാണെങ്കിൽ പോലും അച്ഛൻ ഞങ്ങളെ മറന്നില്ല. സ്നേഹപൂർവ്വം തെറ്റുകൾ തിരുത്തിയും പ്രോത്സാഹിപ്പിച്ചും വളരെ കാരുണ്യത്തോടെ പിതൃവാത്സല്യത്തോടെ ഈശോയിലേക്ക് ഞങ്ങളെ വളർത്തുകയായിരുന്നു. പ്രിയപ്പെട്ട വിനോദച്ച, അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി, അതിനുപരി ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി അച്ഛൻ ഏറ്റെടുക്കുന്ന എല്ലാ ത്യാഗങ്ങൾക്കും നിശബ്ദമായ സഹനങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ഈ നല്ല നിലത്തിൽ നല്ല ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നന്ദി. ഇനിയും നന്ദി പറയേണ്ടത് ബഹുമാനപ്പെട്ട മദറിനോടാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ മനോഹരമായ ഒരു ദിനത്തിലേക്ക് നടക്കുവാൻ പല വിധത്തിൽ സഹായിച്ച മദറിനും മറ്റു സിസ്റ്റേഴ്സിനും നന്ദിയുടെ നെറുമലരുകൾ നേരുന്നു. ഇനിയും നന്ദി പറയേണ്ടത് ഞങ്ങളുടെ എല്ലാമായ പപ്പയോടും മമ്മിയോടുമാണ്. സ്നേഹത്തിന്, പരിഗണനയ്ക്ക്, കരുതലിന് നന്ദി പറയാൻ വാക്കുകളില്ല. നിങ്ങൾ ഞങ്ങൾക്ക് ആദ്യമായി പറഞ്ഞു തന്ന ഈശോ എന്ന നാമം ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ട്. പരിശുദ്ധ കുർബാന സ്വീകരണത്തിനായി ഞങ്ങൾ ഒരുക്കി പരിശുദ്ധ കുർബാനയിലേക്ക് ഞങ്ങളെ അടുപ്പിച്ച മാതാപിതാക്കൾക്ക് നന്ദിയുടെ 1000 പൂച്ചെടുത്തു. പരിശുദ്ധ കുർബാന സ്വീകരണം ഞങ്ങളുടെ ആവശ്യവും ഞങ്ങളുടെ ആഗ്രഹവുമായിരുന്നു. അതിലേക്ക് ഞങ്ങളെ നയിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് പരിശുദ്ധ കുർബാന സ്വീകരിച്ച ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ച ദൈവിക ചൈതന്യം എന്നും നിലനിൽക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. പ്രത്യേകമായി ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ ബലി അർപ്പിച്ച് ഈ പവിത്രമായ നിമിഷം ആദ്യമായി ഞങ്ങൾക്ക് ഈശോയെ നൽകിയ റൂബിനച്ചന് സ്നേഹത്തോടെ നന്ദി പറയുന്നു. പൗരോഹിത്യ ജീവിതം സമ്പന്നമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിനം വളരെ മനോഹരമാക്കിയ എല്ലാവർക്കും എല്ലാറ്റിനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു.
ഈ കൊറോണ കാലത്ത് കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഈ കുട്ടികളെ ഒരുക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഇവിടെ ഏറെ നാൾ മുമ്പ് ഇവിടുന്ന് പോയെങ്കിൽ എനിക്ക് ഇവിടെ കണിയാൻ പറ്റി. എനിക്ക് പണ്ട് ഉണ്ടായിരുന്ന കുട്ടികളെയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഈ കാലഘട്ടത്തിൽ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഈ കുഞ്ഞുമക്കളെ എനിക്ക് ഈശോയിലേക്ക് അടുപ്പിക്കാൻ, ഈശോയെ പറ്റി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഈ ഒരു അവസരം കിട്ടിയത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അവർ വളരെ മിടുക്കൊരു പിള്ളേരായിരുന്നു. ഒത്തിരി നല്ല കുഞ്ഞുങ്ങള്. അവർ പറയുന്ന പോലെ അനുസരിക്കുകയും അവർ ഓരോ ദിവസവും പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥനകൾ പഠിക്കുകയും എല്ലാം ചെയ്ത് ഒത്തിരി ഞങ്ങളോട് ഞാൻ പറയുന്ന പോലെ തന്നെ അവരെല്ലാ കൂട്ടും പഠിച്ച് വരുമായിരുന്നു. അതിനുശേഷം അവര് ഓരോ ഞായറാഴ്ചകൾ വരുമ്പോൾ കുഞ്ഞു കുസൃതികളൊക്കെയാണ്. ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓരോ കാര്യങ്ങളെ കൂടി സംശയം ചോദിക്കാറുണ്ട്. ഒത്തിരി രസകരമായ സംശയങ്ങൾ. അങ്ങനെ ഒത്തിരി നല്ല സന്തോഷമായ പിള്ളേർ ഈശോയോട് അടുത്തു എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഈശോയോട് എന്നും ആയിരിക്കും. ഇനിയും അവർക്കൊരു ഫോളോഅപ്പ് കൊടുക്കാനും എനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെ അവരെ ഏറ്റവും ഈശോയിലേക്ക് അടുപ്പിച്ചതിന് ദൈവത്തിന് നന്ദി. അതോടൊപ്പം എന്നോടൊപ്പം സഹകരിച്ച സിസ്റ്റർ എമിലിനും സിസ്റ്റർ അനിലേക്കും അതോടൊപ്പം ബാക്കി ഞങ്ങളുടെ കോൺവെന്റിലെ സിസ്റ്റേഴ്സിനും അച്ഛന് ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയാനുള്ള അച്ഛനോടാണ്. അച്ഛനെ ഒത്തിരി എന്നെ സഹായിച്ചു. എല്ലാവരും ഒത്തിരി സഹായിച്ചു. അതുപോലെ പേരൻസും ഒത്തിരി ഞങ്ങളോട് സഹകരിച്ചു. ഇതിനെല്ലാം ഒത്തിരി നന്ദി. ശിശു ജ്ഞാനത്തിന്റെയും പ്രായത്തിൽ മനുഷ്യരുടെയും ദൈവത്തിന്റെയും പ്രീതിയിൽ വളർന്നു വന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു വളരെ വൈകിയാണ് ഞാൻ ആദുർബാന ക്ലാസ്സുകളിൽ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതെങ്കിലും ഈ ദിവസങ്ങളെല്ലാം എനിക്ക് ഒത്തിരി അനുഭവവേദ്യമായിരുന്നു. കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത എൻ്റെ ഹൃദയത്തെ ഒത്തിരി സ്വാധീനിച്ചു. വളരെ പ്രത്യേകമായി കുമ്പസാരത്തിന് ഒരുക്കുന്ന വേളകളിലെല്ലാം കുഞ്ഞുങ്ങൾ വളരെ നിഷ്കളങ്കതയോടെ സിസ്റ്ററെ ഞാൻ ഈ പാപം ചെയ്തു, അങ്ങനെ ഒത്തിരി തുറന്നു പറയുന്ന കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത, ആ വിനീത ഭാവം എൻ്റെ ഹൃദയത്തെ ഒത്തിരി സ്വാധീനിച്ചു. പിന്നെ അവരോട് കൂടിയായിരുന്ന ദിവസങ്ങളെല്ലാം ഒത്തിരി അനുഭവമായിരുന്നു. ക്ലാസ്സുകൾ എടുക്കുകയും ആക്ഷൻ സോങ്ങുകൾ പഠിപ്പിക്കുകയും കുഞ്ഞുങ്ങളെ ഒത്തിരി എന്താ പറയാ വളരെ ലാളിത്യത്തോടെ വളരെ വിനീതമായി നമ്മോട് പെരുമാറിയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ഈ ദിവസങ്ങൾ. പിള്ളേരെ നന്നായി ഒരുക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നന്നായി ഈശോയിലേക്ക് അടുക്കുവാൻ, നല്ല കുഞ്ഞുങ്ങളാകുവാൻ സഭയ്ക്കും ലോകത്തിനും പ്രത്യേകിച്ച് കണയാൻ പറ്റിയ ഇടവകയ്ക്കൊക്കെ നല്ല കുഞ്ഞുങ്ങളാകുവാൻ കുഞ്ഞുങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2-3 ഇടവകകളിൽ ആദ്യ കുർബാന പരിശീലിപ്പിച്ചു കുഞ്ഞുങ്ങളെ. പക്ഷെ ഇവിടെ എനിക്ക് ഒത്തിരി അനുഭവം തോന്നിയത് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ നമ്മളോടുള്ള നല്ലൊരു ബന്ധമാണ്. നമ്മളോട് സംശയങ്ങൾ ചോദിക്കുകയും സിസ്റ്റർ എന്താ ചെയ്യേണ്ടത്, ബാക്കി എല്ലാ കാര്യങ്ങളെയും കുറിച്ച് വളരെ വ്യക്തമായി നമ്മോട് നല്ല രീതിയിൽ ഇടപെടുകയും നല്ല സ്നേഹത്തോടു കൂടെയായിരുന്നു മാതാപിതാക്കളുടെ ഓരോ സമീപനങ്ങളും. എന്തായാലും ഒത്തിരി നന്നായിരുന്നു എല്ലാ കാര്യങ്ങളും. ഞങ്ങളുടെ 8 കുട്ടികളെ പറ്റി പറയുകയാണ്. എല്ലാവരും യുണീക്ക് പേഴ്സണാലിറ്റീസ് ആണ് അവർ ഞാൻ കണ്ടത്. ഒത്തിരി അധികം സ്നേഹിക്കുകയും ഞങ്ങളെ കൂടുതൽ ദൈവത്തേക്ക് അടുപ്പിക്കുക അവർ ചെയ്തു. അവർ നിഷ്കളങ്കതയും രസകരമായ സംശയങ്ങളും എപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് അവർ പഠിപ്പിക്കാൻ. അവരെല്ലാവരും അവർ തന്നെ ഒരു വലിയ യൂണിറ്റി ഉണ്ടായിരുന്നു. പഠിക്കാനും ഇൻട്രസ്റ്റും പിന്നെ ബാക്കിയുള്ള കുറിച്ച് അറിയുവാനും കൂടുതൽ പരസ്പരം സ്നേഹിക്കാനും ഹെൽപ്പ് ചെയ്യാനൊക്കെ അവർ എപ്പോഴും തയ്യാറായിരുന്നു. ഞങ്ങളെ പോലും അവർ കൂടുതലായി സന്തോഷിപ്പിക്കാൻ ആ ദിവസങ്ങളിൽ അവർക്ക് ഞാൻ കുമ്പസാരിന്റെ ക്ലാസ് എടുത്തപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ് അവർ തോന്നിയത്. എത്ര നിഷ്കളങ്കതയോടും എത്ര സ്നേഹത്തോടു കൂടിയാണ് അവർ ഓരോ കാര്യം ഞങ്ങൾ പറയുകയും പിന്നെ അതനുസരിച്ച് ഞങ്ങൾ പറഞ്ഞ ഓരോ കാര്യം അതേപോലെ അവർ ചെയ്തു. അവർക്ക് എല്ലാവരും ആശംസകളും നേരുന്നു. ഭാവിയിൽ ഈ ഇടവകയ്ക്കും ഈ നാടിനും ഈ ലോകത്തൊരു ഐശ്വര്യമായി നല്ല സിറ്റിസൺസായി ജീവിക്കാൻ അവർക്ക് പ്രാർത്ഥിക്കുന്നു.